ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാനിന്ന് ബോക്സ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇത് ഒരു ജസ്റ്റ് നോർമൽ പാക്ക്ഡ് ആയിട്ടാണ് എനിക്ക് ഈ ബോക്സ് കിട്ടിയത്. അപ്പം ഇത് കറക്റ്റ് രീതിയിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സൈഡിൽ നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ബോക്സ് ആ രീതിയിൽ നിൽക്കുകയുള്ളൂ. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. അപ്പം ആ ഒരു സൈഡ് ഭാഗത്തുള്ള ആ ഒരു ലോക്കിംഗ് സിസ്റ്റം കണ്ടില്ലേ, അത് ജസ്റ്റ് ലോക്ക് ചെയ്തതിന് ശേഷം അത് മടക്കിയിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം രണ്ട് സൈഡ് അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലേ അവിടെ അത് നിൽക്കുകയുള്ളൂ. അപ്പം ഞാൻ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ ഫെവിക്വിക്ക് ഉണ്ടല്ലോ, ഫ്ലെക്സ് ക്വിക്കാണ്. ഫെവിക്വിക്കല്ല, ഫ്ലെക്സ് ക്വിക്ക്. ഫെവിക്വിക്കും യൂസ് ചെയ്യുക, ബട്ട് അത് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ഒരു ഫ്ലെക്സ് ക്വിക്കാണ്. ഇതാകുമ്പം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പം അത് നമുക്ക് എവിടേക്കാണ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മാക്സിമം കയ്യിലൊക്കെ ആവാണ്ട് ശ്രദ്ധിക്കണം. എനിക്ക് അധികവും കയ്യിലൊക്കെ ആയി പോവാറുണ്ട്. ബട്ട് ഇതൊന്ന് കയ്യിലാവാണ്ട് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. വലിയ കുഴപ്പമുണ്ടാവില്ലെങ്കിലും നമ്മളെ സ്കിന്നിന് കുറച്ചൊരു കുഴപ്പം വരുന്നൊരു സാധനമാണ്. സോ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാം. അപ്പം ബിഗിനേഴ്സായിട്ടുള്ളവർ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എവിടേക്കാണ് ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ ഗം അവിടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പ്രസ് ചെയ്ത് ഒറ്റ പ്രസ്സിൽ തന്നെ അവിടെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അങ്ങനെ ഗം ആവാത്ത സൈഡ് മാത്രമേ അതങ്ങനെ പ്രസ് ചെയ്യാണ്ട് ആവുള്ളൂ. അപ്പം ആ സ്ഥലത്തേക്ക് കുറച്ചായിട്ട് നമുക്കിങ്ങനെ അത് ഗമ്മ് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കുറച്ച് സമയത്തേക്ക്. അപ്പം ഓൾമോസ്റ്റ് അതൊക്കെ സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്ക് ഓൺ ആവും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള അടപ്പ് കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. അതിനും അതേപോലെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റമൊക്കെ ഉണ്ട്. അത് മറ്റേ മെയിൻ ബോക്സ് പോലെ അല്ലെങ്കിലും നമ്മൾ ആ രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിത് ഈ രീതിയിലും സ്റ്റിക്ക് ചെയ്യാറുണ്ട്, അതേപോലെ നോർമലി സ്റ്റിക്ക് ചെയ്യാറുണ്ട്. ഞാൻ രണ്ട് രീതികളും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ചെറിയൊരു സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലൊക്കെ ആവാൻ വേണ്ടി നല്ല പെട്ടെന്ന് തന്നെ കയ്യിലാവാൻ ചാൻസ് ഉണ്ട്. കയ്യിൽ ആയിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി ഒരു തിക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അത് പോവാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൈയില്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഗമ്മ് ആക്കി കൊടുത്തിട്ട് നൈസായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ബോക്സൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളെ ബോക്സും റെഡി ആയിട്ടുണ്ട്, ബോക്സിൻ്റെ അടപ്പും റെഡി ആയിട്ടുണ്ട്. എല്ലാ ബോക്സുകളും ഈ രീതിയിലായിരിക്കില്ല. ഈ ഒരു ടൈപ്പിലേക്ക് നമുക്ക് ഓർഡർ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അത് ഫിക്സ് ചെയ്യാം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഇതിലേക്ക് നമ്മളെ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ഇതിൽ ഞാൻ വെക്കുന്ന ഗിഫ്റ്റ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഞാനത് അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. അപ്പം തെർമോക്കോൾ എപ്പോഴും നമ്മളെ ഈ ഫ്രെയിം ഐറ്റംസൊക്കെ നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തെർമോക്കോൾ യൂസ് ചെയ്ത് അതിനെ സേഫ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളെ ബോക്സ് പുറമേ ഉള്ള ഭാഗമാണെങ്കിലും നമ്മളെ ഉള്ളിലുള്ള ഗിഫ്റ്റിന് ഒന്നും പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ രീതിയിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മളെ ഗിഫ്റ്റിൻ്റെ ഉൾഭാഗത്തുള്ള പാക്കിങ്ങൊക്കെ കറക്റ്റ് സെറ്റായിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഗിഫ്റ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞാനത് റിബൺസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റിബൺസൊക്കെ നല്ല സേഫായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. ഭംഗിക്ക് വേണ്ടിയിട്ട് ലൂസായിട്ടൊന്നും കെട്ടാൻ പാടില്ല. നമ്മൾ കുറച്ചൊരു ടൈറ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ നല്ല ഭംഗിയിൽ അത് കീപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് എല്ലാവരും പതിയെ മാത്രം ചെയ്താൽ മതി. ഒരു തരത്തിലും തിരക്ക് കൂട്ടിയിട്ടൊന്നും ചെയ്യരുത്. നമ്മളിപ്പം ഡിസ്പാച്ച് ഡേറ്റ് ആണെങ്കിലും നമ്മളതിനെ മുമ്പേ തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഓൺ ടൈം ഡിസ്പാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് പാക്കിംഗ് രീതിയിലൊന്നും ഒരിക്കലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പം നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്യുക. ഗിഫ്റ്റ് ബോക്സിൻ്റെ ബ്യൂട്ടി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യുക. അപ്പം ഞാനിവിടെ എൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മോർ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനും നല്ല നല്ല ട്രിക്സും ടിപ്സും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ.